നമ്മുടെ ഡാറ്റാസ് നമ്മളറിയാതെ ചോർത്തിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു VPN ഇട്ട് കഴിഞ്ഞാൽ ടെൻഡറിൽ നിൽക്കാതെ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും. ഞാനീ പറയുന്ന നേവിയുടെ കാര്യമാണ്. ഓക്കെ, ഹാക്കിങ്ങിൻ്റെ യുഗമാണല്ലോ. അതെ, അതുകൂടെ പറയണമല്ലോ. ഹാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഹാക്ക് ചെയ്യും. എനിക്കറിയുന്ന പല കമ്പനീസും ഭയങ്കര പ്രൊഫൈലൊക്കെ കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഭയങ്കര ബഗ്ഗുകളായിരിക്കും. അതൊരു 1 ഇയറൊക്കെ കസ്റ്റമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും പൊട്ടിത്തകരും. ഇപ്പം നമ്മുടെ ഈ ആപ്പുകളുടെ സോഫ്റ്റ്വെയറുകൾ ആപ്പുകളൊക്കെ സെക്യൂർഡ് ആണോ ശരിക്കും പറഞ്ഞാൽ? സെക്യൂർഡ് ആക്കണം. ഹാക്കിങ് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. ഇതുവരെ അവിടെ പ്രോജക്ട്സ് ഒന്നും ഹാക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് കമ്പനിയാണ് 5,000 rupees സാലറിയും പറയും. ടെക്നോ പാർക്കിൽ തന്നെ വീണ്ടും വേറൊരു കമ്പനിയിലേക്ക് അതിൻ്റെ ഒരു ഡബിൾ സാലറി മേളിൽ വന്ന്. അതെ, എൻ്റെ പേര് ദേവനന്ദൻ എന്നാണ്. അപ്പം പെട്ടെന്ന് ഞാനും വൈഫോട് ഒന്ന് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പേരും കണ്ടുപിടിച്ചു. അങ്ങനെ ദേവ് ഇന്നോവേഷൻസ് എന്നിങ്ങനെ ഇട്ട്. കല്യാണം കഴിച്ചിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും ഒന്ന് ഡൗൺ ആയിപ്പോയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ്ടും എൻ്റെ വൈഫാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതിൽ ജേണിയിലായിരുന്നു, ആ ഒരു ട്രാജഡിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് നമുക്ക് കമ്പനി ഇല്ല, GST ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു മാർക്കറ്റിംഗ് ടീം ഇല്ല, ഇതുവരെ ഇല്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. എന്തായാലും ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൻ്റെ കൂടെ തന്നെ നാട്ടിലുള്ള വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് കിട്ടേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അവർക്കൊക്കെ സഹായകരമാവുന്ന എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വളരെ പ്രത്യേകതയുള്ള ഓരോ ആൾക്കാരെ ഞങ്ങളിവിടെ കൊണ്ടുവരികയാണ്, പിടിച്ചുകൊണ്ട് വരും ഓരോ മേഖലയിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ കൂടെയുള്ളത് ശരത് ബാബു സാറാണ്. സാർ നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്തായാലും കേരളത്തിലെ വളരെ പ്രശസ്തമായ ദേവ് ഇന്നോവേഷൻസ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ അമരക്കാരനാണ്. അപ്പോൾ എന്തായാലും സാറോട് ഒരുപാട്, കാരണം ഇപ്പോഴത്തെ ഈ മേഖലയിൽ, ഈ IT മേഖലയിൽ ഏറ്റവും ബെസ്റ്റ് IT സർവീസുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഭയങ്കരമായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വരെ നമ്മുടെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു കമ്പനി, ഒരു സ്ഥാപനം നമ്മുടെ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞത് നേരെ പൊക്കിക്കൊടുന്ന് ഇവിടെ ഇരുത്തിയതാണ്. എന്തായാലും നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നോ? സുഖമായിട്ട് പോകുന്നു. ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത്. അതിന്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. നമ്മളെല്ലാം ഈ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂമിൽ വരുന്ന ക്യാമറയ്ക്ക് ഫ്രണ്ട് വന്നിട്ടുള്ള പരിചയങ്ങളേ ഉള്ളൂ. ഫുൾ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടില്ല. അതെ. അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? ആ മേഖലയിലോട്ട് പോയിട്ടില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. ഓക്കെ, നമ്മുടെ സ്ഥാപനം ഇപ്പം എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മളിപ്പം 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ദേവ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ബ്രാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 2019 നമ്മൾ ഇന്ത്യൻ നേവിക്കൊക്കെ സർവീസ് കൊടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ. അതായത് നമ്മുടെ കമ്പനി ദേവ് ഇന്നോവേഷൻസ് 2019 ഒരു പേരിട്ടത്. ആ ഒരു കമ്പനിയുടെ നെയിം ദേവ് ഇന്നോവേഷൻസ് എന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ഒത്തിരിയും എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് നമുക്ക് കുറേ കമ്മ്യൂണിറ്റി ഒരു വിങ് പോലെ നിന്നിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സും എൻ്റെ വൈഫ്, ഞാൻ എല്ലാവരുമായിട്ട് ചേർന്നിട്ടൊരു ടീമായിട്ട് നിന്ന് നമ്മൾ വർക്ക് എടുക്കും. അത് ലിങ്ക്ഡിൻ ത്രൂവും അല്ലാതെയുള്ള കോണ്ടാക്ട്സ് വഴിയും ഒക്കെ നമ്മൾ വർക്ക് എടുത്തിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബിസിനസ്സിലോട്ട് ഇറങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതിനുള്ള ക്യാപിറ്റലില്ല, സപ്പോർട്ട്സ് കുറവ്. അപ്പോഴന്നൊക്കെ നമ്മൾ വേറെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആയാലും എല്ലാവരും പറയണ പോലെ തന്നെ ഞാനും പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട്സ് ഭയങ്കര കുറവായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കന്ന് കുറേ ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു പെട്ടെന്നൊരു ബിസിനസ്സിലേക്ക് എടുക്കുമ്പം, കാരണം എൻ്റെ ഫാമിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കസിൻസും എല്ലാവരും നല്ല ബിസിനസ്സിൽ വന്നിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കാം എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടുപോലെ. പക്ഷേ എനിക്കറിയാവുന്ന ആകെ ഒരു മേഖല എന്ന് പറയുന്നത് IT തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും തന്നെ ചെയ്താലും സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇറങ്ങിയതാണ്. പഠിച്ചിറങ്ങിയതൊക്കെ എന്തായിരുന്നു? പഠിച്ചിറങ്ങി ഞാൻ ശരിക്കും പാസ് ഔട്ട് ആയത് 2012 2012 തന്നെ ടെക്നോ പാർക്കിലൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് എടുത്തു, ആൻഡ്രോയിഡിൽ.
ആ അങ്ങനെ ഒരു 3 months എന്ന് തോന്നുന്നു ഒരു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങി എന്നാൽ ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം കരിയർ. പെട്ടെന്നാണ് എനിക്ക് ആലപ്പി ബേസ്ഡ് ഒരു കമ്പനി ഇൻ്റർവ്യൂ തന്നു. എൻ്റെ ഫസ്റ്റ് കമ്പനിയാണ് 5,000 rupees സാലറിയും പറയും. അപ്പോഴാണ് പുള്ളി അവിടുത്തെ സാറ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു. കോയർ ബോർഡ് ഓഫ് ഇന്ത്യ, അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ, ആലപ്പി ബേസ്ഡ് തന്നെയാണല്ലോ അവരുടെ എല്ലാം കിടക്കുന്നത് കയറിൻ്റെ. അപ്പോൾ അവരുടെ ഒരു 30 ഷോറൂംസ് ഓൾ ഓവർ ഇന്ത്യ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട് ആ കമ്പനിക്ക്. അപ്പോൾ ആ ഒരു സാറിൻ്റെ ആ ഒരു ഇത് മാനിച്ചിട്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഒരു ERP ആയിരുന്നു അത്, ഓപ്പൺ ERP എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിരുന്നു. ഇന്ന് അതിൻ്റെ പേര് ഒഡോ എന്നാണ്. ഇപ്പം ഞാനിപ്പം പ്രസൻ്റ്ലി ഞാൻ ഒഡോയുടെ ലീഡർ ബോർഡിലും ഒക്കെ എനിക്ക് ടോപ്പ് 10 വരാൻ പറ്റിയതാണ്. അന്ന് ഞാൻ വേർഷൻ 6 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കോർ ബോർഡൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വേർഷൻ 7 അതായത് എൻ്റെ ഫസ്റ്റ് ഈ പറയുന്ന ERP പ്ലാറ്റ്ഫോമിൽ എൻ്റെ ആദ്യത്തെ കസ്റ്റമർ. എന്ന് വെച്ചാൽ എൻ്റെ ഓണല്ല, ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോം പഠിച്ചു വരാം, ആ ഡൊമൈൻ പഠിച്ചു വരുന്നത്, അല്ലെ ആ ഒരു ERP പഠിച്ചു വരുന്നത്. പിന്നെ എനിക്ക് ആൻഡ്രോയിഡിലേക്ക് പോകേണ്ടി വന്നില്ല, പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് പോയി. അങ്ങനെ ആ ഒരു കമ്പനിയിൽ 1 year വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ടെക്നോ പാർക്കിൽ തന്നെ വീണ്ടും വേറൊരു കമ്പനിയിലേക്ക് അതിൻ്റെ ഒരു ഡബിൾ സാലറി മേളിൽ വന്ന് അങ്ങനെ ഞാൻ കയറി. അതെ, പിന്നെ അവിടെ നിന്ന് തന്നെ ഓൺ സൈറ്റ്സ് ഒക്കെ കിട്ടി. പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തു, കാര്യം ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ ഫീഡിങ് പരിപാടി ആരുമില്ല, ഒരു കമ്പനിയും നമുക്ക് തന്നിട്ടില്ല, നമ്മളെല്ലാം സെൽഫ് ലേണിംഗ് ആയിരുന്നു. അങ്ങനെ കൂടുതലും പഠിച്ച് കുറേ പ്രോജക്ട്സുകൾ എടുത്ത്, അല്ലെങ്കിൽ ഓരോ പ്രോജക്ട്സ് വഴിയാണ് നമ്മളൊരു കാര്യങ്ങൾ പഠിച്ചു വരുന്നത്, അല്ലേ? അല്ലാതെ നമ്മളിപ്പം ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇരുന്ന് ഇങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കൈ തെളിയാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ എന്തോ ദൈവം സാധിച്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ആ ഒരു സെക്കൻഡ് കമ്പനിയിൽ തന്നെ എനിക്ക് 2 ഓൺ സൈറ്റ്സ് ഒക്കെ കിട്ടി. ഞാൻ അങ്ങനെ എബ്രോഡൊക്കെ പോയി, അങ്ങനെ കുറച്ച് പരിചയങ്ങളൊക്കെ ആയി. പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ ടെക്നോ പാർക്കിൽ തന്നെയായിരുന്നു എൻ്റെ ജേണി കുറേ നാളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ഒരു 2019 ആ ഒരു കാലഘട്ടം എത്തുമ്പോൾ കുറേ കോണ്ടാക്ട്സ് ആയി. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ തന്നെ നമ്മൾ കുറേ അത്യാവശ്യം പറയത്തക്ക നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രീലാൻസറായിട്ട് തന്നെ. അപ്പം അവർ മന്ത്ലി ബേസിസിൽ നമുക്ക് പേയ്മെൻറ്റ് തരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഒരു അതിൻ്റെ കമ്പനിയുടെ ക്ലയൻറ്റാണെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് അന്നൊന്നും കമ്പനി പേരോ ഒന്നും ഇല്ല, കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ടില്ല. ശരത്ത് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവർ വർക്ക് തരുന്നു, അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അന്ന് മുതലേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് നല്ലതായിരിക്കണം. എന്ത് ചെറിയ കാര്യം ചെയ്താൽ പോലും ഒരു കുറേ നാൾ അവർ നമ്മുടെ കൂടെ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അന്ന് നമ്മൾ ചെയ്ത് തന്നെ കുറേ കസ്റ്റമേഴ്സ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ ചില സെക്കൻഡ് ഫേസും അല്ലെ എൻഹാൻസ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ വീണ്ടും സമീപിച്ചിട്ടുണ്ട്. അതിരുന്നാണ് എനിക്ക് അല്ലാതെ പേഴ്സണലി കുറച്ച് ട്രാജഡീസൊക്കെ ഉണ്ടായി. എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു ലോസൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരുന്ന് ഞാൻ വീണ്ടും ഒന്ന് ഡൗൺ ആയിപ്പോയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ്ടും എൻ്റെ വൈഫാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതിൽ ജേണിയിലായിരുന്നു ആ ഒരു ട്രാജഡിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പുള്ളിക്കാരത്തിനെ എനിക്കൊന്ന് പെട്ടെന്നൊന്ന് റെഡിയാക്കണമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ദുബായിൽ നിന്ന് അജ്മാനിയിൽ നിന്ന് വരുന്നു. അത് ഞാൻ കംപ്ലീറ്റ്ലി വൈഫിനെ ഏൽപ്പിച്ചു. പിന്നെ ഞാനിപ്പോൾ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പം പുള്ളിക്കാരത്തിക്ക് കുറച്ച് ഇവിടുന്ന് റിക്കവർ ആവേണ്ട ഒരു സ്റ്റേജ് എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കസ്റ്റമറിനെ നമ്മൾ 1 year നമ്മൾ ഡീൽ ചെയ്തു. അതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, കായംകുളം ബേസ്ഡ് തന്നെ. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥലത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവരുടെ കസ്റ്റമർ ആയിരുന്നു, അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. കാര്യം ഇതിന് എന്താ പറയുക, ടെൻഡറിൽ നിൽക്കാതെ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും. ഞാനീ പറയുന്ന നേവിയുടെ കാര്യമാണ്. അങ്ങനെ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. പക്ഷെ അന്ന് നമുക്ക് കമ്പനി ഇല്ല, GST ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവരെ ബില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വേണം. പെട്ടെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് ഒരു കമ്പനി നെയിം. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ ഒരു ട്രാജഡിക്ക് ശേഷം എൻ്റെ മകനുണ്ടായി.
എൻ്റെ പേര് ദേവനന്ദൻ എന്നാണ്. അപ്പം ആ ഒരു ദേവനന്ദനിൽ നിന്നും ഞാൻ പെട്ടെന്ന് ഞാനും വൈഫോട് ഒന്ന് ചെയ്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു പേരും കണ്ടുപിടിച്ചു. അങ്ങനെ ദേവ് ഇന്നോവേഷൻസ് എന്നിങ്ങനെ ഇട്ട്. പിന്നെ അതിൽ നിന്ന് വേണ്ട, ഓക്കെ അങ്ങനെ തന്നെ പോവാം, ഇനി ഇത് ലോസ് ആയാലും ഇനി മുന്നോട്ടായാലും അങ്ങനെ തന്നെ പോട്ടെ. ഇത് ഞാൻ അന്നേരം ആ നേവി പിടിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തതാണ്. നമ്മളത് നല്ല രീതിക്ക് ചെയ്തും കൊടുത്തു. 2 ഇയർ എന്തോ ആയിരുന്നു അവരുടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം അവർ വിളിക്കും, നമ്മൾ സപ്പോർട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏഴിമല നേവൽ അക്കാഡമി അവരുടെ നേവൽ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടൊരു SMS സിസ്റ്റമാണ് ചെയ്തത്. BSNL വളരെ ചെറിയൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷേ എൻ്റെ കസ്റ്റമർ പ്രൊഫൈൽ നല്ലൊരു ഇതായതുകൊണ്ട് ബഡ്ജറ്റ് കുറവാണെങ്കിലും നമ്മൾ അതങ്ങ് എടുക്കാം എന്ന് വിചാരിച്ച്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യം, നമുക്ക് ഇതിനകത്ത് രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്ത് ഇറങ്ങുക. ഓക്കെ, എന്തായാലും നമുക്ക് കുറേ കോണ്ടാക്ട്സ് ഉണ്ട്, എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ? അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഇതിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള വീണ്ടും വെച്ചിട്ട് ഞാനിങ്ങനെ റിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്ലാൻ വന്നപ്പോൾ വീണ്ടും എനിക്ക് പലയിടത്തു നിന്നുള്ള ബ്ലോക്കിംഗ് ആയി. അങ്ങനെയും നമ്മൾ വീണ്ടും അന്ന് പിന്നെ കമ്പനിയുടെ പേരിൽ തന്നെ വർക്ക്സ് എടുക്കാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി GST ഒക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ എടുക്കാൻ, അങ്ങനെ നമ്മൾ ഒരു വെർച്വൽ അഡ്രസ്സിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കമ്പനി. അന്ന് ഇന്നും ഞാൻ ആ അഡ്രസ്സ് കീപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ GST ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ അഡ്രസ്സിൽ തന്നെ. പിന്നെ എനിക്കൊരു പ്രോഡക്റ്റ് ബേസ്ഡ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എങ്ങനെ എല്ലാ കമ്പനീസും സർവീസ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, എന്നാൽ അത്യാവശ്യം നമുക്ക് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹെൽത്ത് കെയർ എന്തുകൊണ്ട് നോക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. ഹെൽത്ത് കെയറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ കുറേ ഡോക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്, അല്ലാതെയും ഉണ്ട്, മെൻറ്റേഴ്സായിട്ട് നിൽക്കുന്ന ഡോക്ടേഴ്സുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ഐഡിയ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊള്ളാം, സൂപ്പറാണ്, നോക്ക്, നിങ്ങളെ കഴിയുന്ന ഇറക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ടർ പൾസ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ ഞങ്ങളൊരു സംഭവം ചെയ്തു. അതൊരു ERP മോഡലിൽ തന്നെ നമ്മൾ ചെയ്തു. അതൊരു ക്ലൗഡ് ബേസ്ഡ് ഒരു ക്ലിനിക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആയിട്ട്, അതായത് ഈ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്രസൻസ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിന്, ചെറിയ ക്ലിനിക്സുകൾക്ക്, ഒരു 10 ബെഡ്സ് ഒക്കെ ഉള്ള ക്ലിനിക്സിനൊക്കെ, അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫോക്കസ്. കാരണം മാർക്കറ്റിൽ ഇഷ്ടംമാതിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് ഹൈ പ്രൊഫൈൽഡ് സോഫ്റ്റ്വെയർസ് വരെ ഉണ്ട്. പേഴ്സണലി അറിയാവുന്ന പല സോഫ്റ്റ്വെയർസ് കമ്പനീസ് എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ കിടപിടിക്കാനും മാത്രമേ എനിക്ക് പറ്റില്ല ആദ്യം ഇനിഷ്യലി. ഇപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സാധനം ഇറക്കി ആദ്യം. അത് ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ ഞാൻ അതിൽ കൊണ്ടുവന്ന കുറച്ച് ഈ വോയിസ് കമാൻഡ്സും ഈ AI എലമെൻസൊക്കെ ഞാൻ അന്നേ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. ആണ് ഞാൻ ഈ GPT ആയിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നു കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പല ഡോക്ടേഴ്സും ഓക്കെ ഞങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയവരുണ്ട്. ഇപ്പോഴും ആ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു ഡോക്ടർ പൾസ് പ്രോയുടെ ഒരു ബേസിലാണ് എനിക്ക് യൂറോപ്പിലോട്ടൊരു എൻട്രി കിട്ടുന്നത്. അപ്പം ആ ഒരു അതായിരുന്നു എൻ്റെ അന്നത്തെ ആ ഒരു മൈൽ സ്റ്റോൺ. അപ്പോൾ ഈ ഒരു കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പല രീതിയിലുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ അവരെന്നെ എക്സാമിൻ ചെയ്തു. കാരണം എല്ലാം ഡോക്ടേഴ്സാണ് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദി ഇൻവെസ്റ്ററാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തതും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡെമോ കാണിച്ചു, എൻ്റെ ഉള്ള പ്രോഡക്റ്റ് കാണിച്ചു. പക്ഷേ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അവരുടേതായ ഡൊമൈൻ അവർ പറയുന്ന ടെക്നോളജിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ടീമിനെ എൻഹാൻസ് ചെയ്തു. അതുവരെ ഞാൻ ഈ ഒഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോഴാണ് നമുക്ക് പല ടെക്നോളജീസിലുള്ള ടീമുകളും ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഒരു എൻ്റർപ്രൈസ് ലെവലിൽ സാധനം നമ്മൾ യൂറോപ്പിലേക്ക് ഇറക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ ഇപ്പോൾ അത് ലൈവാവും. അതിപ്പോൾ അയർലൻഡും UKയും ഒക്കെയാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ ഒരു IT ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇതേപോലെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സർവീസ് കൊടുക്കുമ്പോഴാണ് ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതെ, സർവീസാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എവിടെ കിട്ടുന്നതാണ് ഇവരെല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പം നമ്മൾ ഇത്രയും പേരിലേക്ക് എത്താൻ കാരണം നമ്മളുടെ എന്തോ ഒരു സർവീസിൽ എന്തോ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കസ്റ്റമേഴ്സ്. അതെന്താണ്? അല്ല, ഞാൻ എൻ്റെ പല കസ്റ്റമേഴ്സിനോട് ചോദിച്ചു. ഹോണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ എന്നെ അറിയാവുന്ന പല എൻ്റെ ഫ്രണ്ട്സും പറയുന്നത്, ചേട്ടാ നിങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നത് ഭയങ്കര കുറവാണ്.
അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഗ്രാസ് റൂട്ടിൽ നിന്ന് കയറി വരുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് മാക്സിമം കസ്റ്റം പ്രൊഫൈൽ വേണം, എനിക്ക് എല്ലാ ഇൻഡസ്ട്രിയും ടച്ച് ചെയ്യണമെന്നൊരാഗ്രഹം വന്നു. എന്തായാലും നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല രീതിക്ക് കൊടുക്കുക, ചെറുതായാലും നല്ല സ്മാർട്ട് സൊല്യൂഷൻ ആയിരിക്കും. എനിക്കറിയുന്ന പല കമ്പനീസും ഭയങ്കര പ്രൊഫൈലൊക്കെ കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഭയങ്കര ബഗ്ഗുകളായിരിക്കും. അതൊരു 1 ഇയറൊക്കെ ഈ കസ്റ്റമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും പൊട്ടിത്തകരും. അപ്പോൾ പിന്നെ അവിടെ പിന്നെ ക്ലാഷായി, ആ ഒരു റിലേഷൻ തന്നെ മോശമാവും. അതൊരിക്കലും വരരുതെന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ വളരെ കുറവാക്കി, മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും നമ്മൾ ലെസ് മാർജിൻ ഇട്ടുകൊണ്ട് നമ്മൾ എടുത്തു. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ടീമായാലും എന്നെ അതിന് സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ബേസിക്കലി അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു ഇത് വന്നത്, എൻ്റെ ഒരു ഐഡിയ വന്നത്. പിന്നീട് നമ്മൾ സർവീസ് കൊടുക്കുക, AMC ക്ലിയർ ആക്കുക, ഏത് സമയത്തും നമ്മളെ വിളിച്ചാൽ കിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഫോണിൽ, എൻ്റെ വാട്സപ്പിൽ ഒരാളൊരു ഹായ് ഇപ്പം ഇനിയിപ്പോൾ ഏത് നൈറ്റിലിട്ടാൽ പോലും ഏത് ടൈമിലിട്ടാലും ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഒരു 99% ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. കാരണം ചില കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കില്ല. ചില ടീം ഞങ്ങൾ 9 to 6 അല്ലെങ്കിൽ 8 to 5 അല്ലെങ്കിൽ 10 to 7 ആ വർക്കിങ്ങിൽ മാത്രമേ ഞങ്ങളെ കിട്ടുള്ളൂ. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ പല ടൈം സോണിലുള്ള കസ്റ്റമേഴ്സിനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈമിൽ വന്നാലും ഇവൻ ചിലപ്പം ആദ്യമൊക്കെ എൻ്റെ നമ്പേഴ്സാണ് എല്ലാവർക്കും പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ നമ്പറിൽ തന്നെ ആയിരിക്കും കോളും അല്ലെങ്കിൽ ചാറ്റ്സൊക്കെ വരുന്നത്, ഗ്രൂപ്പ്സിലെല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും, പിന്നെ അവരെ സംബന്ധിച്ചപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു സർവീസിന് മാത്രമല്ല ഇത്, അവർക്ക് എന്തെങ്കിലും ഒരു വേറെ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു HRMS കൊടുത്തു എന്ന് ചോദിക്കാം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു CRM കൊടുത്തു. പക്ഷേ അവർക്കൊരു ഹാർഡ്വെയർ റിലേറ്റ് ചെയ്തിട്ടൊരു റിക്വയർമെൻറ്റ് വന്നു. അവരെന്നോട് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്, എൻ്റെ കസ്റ്റമേഴ്സ് എവിടെ കിട്ടും, നല്ലൊരു ടീമുണ്ടോ. അതിപ്പോൾ ഈവൻ ദുബായിൽ എനിക്ക് പെട്ടെന്നൊരു കോൺടാക്ട്സ് കിട്ടണമെന്നില്ല. അപ്പോൾ സോ ഞാൻ അങ്ങനെ കുറേ കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു ഹാർഡ്വെയർ ടീമായിട്ട് നമുക്ക് ടൈപ്പ് ആയിക്കൂടാ. അങ്ങനെ നമ്മൾ പല കമ്പനീസുമായിട്ട് ഇങ്ങനെ നോക്കി, നല്ല ബെസ്റ്റ് കമ്പനിക്ക് ഇൻഫ്രയിലും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ബിസിനസ് ഡീൽസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ കുറേ പൈപ്പ് ലൈൻസിൽ അങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻസിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു കസ്റ്റമർ നമ്മളോട് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അതിനെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സൊല്യൂഷനാക്കി കൊടുക്കുകയോ ചെയ്യും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഇരിക്കുന്ന ഡീൽ ചെയ്യുന്ന, അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലായാലും പോലും ഞാൻ അങ്ങനെയാണ്, എൻ്റെ അവിടുത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്തത് അങ്ങനെ തന്നെയാണ്. മനസ്സിലായി. ഒരു ഡൗട്ട് ആയിട്ട്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പുതിയ യുഗമാണ്, ഒരു ഡിജിറ്റൽ യുഗം എന്ന് തന്നെയാണ് പറയുക. ഇപ്പം എന്തിനും ഒരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ടുണ്ട്. അത് എത്ര ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനൊരു അച്ചടക്കം ഉണ്ടാവും, മൊത്തത്തിൽ മാൻ പവർ കുറയും, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏതൊക്കെ മേഖലയിലേക്കാണ്, ഇപ്പം പലർക്കും അറിയില്ല ഏതൊക്കെ മേഖല വരെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് കൊണ്ടുപോകാന്നുള്ളത്. ഏതൊക്കെ മേഖലയിലാണ് നമ്മളിപ്പോൾ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ കസ്റ്റമേഴ്സുണ്ട്. GCCയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് കസ്റ്റമേഴ്സൊക്കെ സൗദി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് കെയറിലുണ്ട്, യൂറോപ്പും ഇന്ത്യയിലും ഒക്കെ ഇപ്പം കസ്റ്റമേഴ്സായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങി, റിയൽ എസ്റ്റേറ്റ്, പിന്നെ കോൺട്രാക്ടിങ് ബിസിനസ് ടീംസിനുള്ള, റീറ്റെയിൽ ആൻഡ് ഫാഷൻസ്, അതായത് മെയിൻലി നമ്മൾ ഈ സലൂൺസ്, പിന്നെ ബൊട്ടിക്സ്, അവർക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്വെയർ ഇല്ല. പിന്നെ ഉള്ള സോഫ്റ്റ്വെയർസ് ആണെങ്കിലും അവരുടെ സർവീസസ് മോശമാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവരുടേതായ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്തിട്ട് കുറേ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ലോണ്ട്രി ബിസിനസ് ചെയ്യുന്നവർക്കുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. പിന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള ഈ അക്കാഡമിക്സ് സൈഡുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ കസ്റ്റമേഴ്സും ഉണ്ട്, സൊല്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇത്രയും ഇതെടുത്തിട്ട് അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ആർക്കും തുടങ്ങാം എന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ്. പക്ഷേ വളരെ അച്ചടക്കത്തോടുകൂടി കൊണ്ടുപോകുന്ന ഒരു വിഭാഗമുള്ളൂ. അപ്പോൾ അതൊരു പ്രൊഫഷനാക്കി മാറ്റി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് എത്രത്തോളം അവരെ ഉപകാരപ്പെടും? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പം അതിൽ കുറേ ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത്തോളം റിയൽ എസ്റ്റേറ്റിൽ വരുമ്പം
പല രീതിയിലാണ്. ഇപ്പം നമ്മൾ ഒരു കസ്റ്റമർ വരുമ്പം അവരുടെ ഐഡിയാസ് വേറെയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ദുബായിലെ ആദ്യത്തെ ജാപ്പനീസ് കമ്പനിയാണ് എൻ്റെ വൺ ഓഫ് ദ കസ്റ്റമർ റിയൽ എസ്റ്റേറ്റിൽ. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവർ ബ്രോക്കേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ ബയേഴ്സിന് വെളിയിൽ നിന്ന് ഏജൻറ്റ്സ് വഴി തന്നെ കൊണ്ടുവരും. അപ്പോൾ ഈ ഏജൻറ്റുമാരുടെ കമ്മീഷൻസ് അതൊരു ഹെഡേക്കാണ് അവർക്ക് എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് റെൻറ്റിങ് ഓപ്ഷൻസ്, റീസെല്ലിങ് ഓപ്ഷൻസ്, ഇതൊക്കെ ഒന്ന് സ്മാർട്ട് സൊല്യൂഷനിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ എല്ലാം മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ബയർ ഒരു ഫ്രോഡലൻ്റ് ആക്ടിവിറ്റിയിൽ പെട്ട ആളാണോ എന്നുള്ളത് ഇവർക്ക് എന്തായാലും അറിയണം. ഇല്ലെങ്കിൽ ഈ ഈ ബിസിനസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദുബായിൽ അതൊരു പ്രശ്നമാവും. അത് ഇവർക്ക് അഗെയിൻസ്റ്റും പ്രശ്നം വരും. 1 million 2 million ഒക്കെയാണ് മിനിമം ഡീൽസ് നടക്കുന്നത് അവിടെ, അല്ലേ? അപ്പോൾ നമുക്കതിനൊരു AML സൊല്യൂഷനും കൂടെ നമ്മൾ ഇപ്പം കറൻ്റ്ലി നമ്മൾ ഡെവലപ്മെൻറ്റിലുണ്ട്. ഈ ആൻറ്റി മണി ലോണ്ടറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഈ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും കുറേ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട്. അപ്പം അവർക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഐഡിയാസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ പോകുകയെന്ന് പറയുമ്പം എല്ലാത്തിനും സോഫ്റ്റ്വെയർസ് ഉണ്ട് മാർക്കറ്റിൽ. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്ന് വരുന്നില്ല. ഇപ്പോൾ അവർ ഓൾറെഡി ഇപ്പോൾ NL അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്രയും ഹാപ്പിയാണ്. ഇപ്പോൾ ഒരാളിനെ മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ, ഒരു പ്രൊവൈഡറിനെ മാത്രം അവർക്ക് AMC ആയാലും നമ്മളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയാൽ മതിയാവും. ആ രീതിയിലൊക്കെയാണ് നമ്മളിപ്പം ഞാൻ തിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആവശ്യകത വളരെ ഇനിയും ആളുകളിലേക്ക് എത്താനുണ്ട്. ഇപ്പോൾ അറിയുന്നവരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആൾക്കാരിലേക്ക് ഇതിൻ്റെ നമ്മുടെ ഈ സർവീസുകളൊക്കെ എങ്ങനെ വേണം. സത്യം പറഞ്ഞാൽ എനിക്കൊരു മാർക്കറ്റിംഗ് ടീം ഇല്ല, ഇതുവരെ ഇല്ല. മൗത്ത് പബ്ലിസിറ്റിയിലാണ് കൂടുതലും. സത്യമായിട്ടും അങ്ങനെയാണ് എനിക്ക് ഇതുവരെയുമുള്ള വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് പ്രൊമോഷൻസൊക്കെ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസർ സപ്പോർട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ കൂടുതലും റീറ്റെയിൽ ആൻഡ് ഫാഷൻസിൻ്റെയാണ് ഇപ്പം ഞാൻ ചെയ്തത്. കാരണം എനിക്ക് കുറേ എൻക്വയറീസ് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കറിയാവുന്ന കുറേ കോൺടാക്ട്സ്. കാരണം എൻ്റെ വൈഫിന് ഭയങ്കര പാഷനാണ് ബൊട്ടീക്കിലേക്ക് ഇറങ്ങണം, ആ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ളത്. ഉടനെ പുള്ളിക്കാരത്തി വരുമായിരിക്കാം, അതിനുള്ള തുടക്കമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ കോൺടാക്ട്സ് ഉണ്ട് പുള്ളിക്കാരത്തി ലെവലിൽ. അപ്പോൾ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ മെഷർമെൻറ്റ്സ് എടുക്കുന്നതായാലും ഏതൊരു ബൊട്ടീക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇൻവെൻറ്ററി തെറ്റായിരിക്കും. ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അവരോട് ചോദിച്ചാൽ ഒറ്റയടിക്കാൻ ഞങ്ങൾ ലാഭത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനൊരു അവർക്കൊരു സോഫ്റ്റ്വെയർ ചെയ്തുവിടുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭാഗ്യത്തിന് എനിക്ക് ദുബായിൽ നിന്നൊരു നല്ലൊരു കസ്റ്റമറിനെ എനിക്ക് കിട്ടി, ഒരു ബൊട്ടീക്ക്, പ്രീമിയം ബൊട്ടീക്കാണ്. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തതും ഫ്രം ദ സ്ക്രാച്ചാണ് ഞാനത് ആർക്കിടെക്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ റീറ്റെയിൽ ആൻഡ് ഫാഷൻ്റെ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അതിപ്പോൾ നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്തപ്പോൾ നല്ലൊരു റീച്ച് ഉണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഒറ്റയടിക്ക് ദേവ് ഇന്നോവേഷൻസിൻ്റെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെടുത്ത് പറയുന്നത്? നമ്മൾ ആക്ച്വലി പ്രോഡക്റ്റ് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്, എന്നാൽ ഒരു സർവീസ് പ്രോജക്ട്സും എടുത്ത് ചെയ്യും. ഇപ്പോൾ ബ്രോയ്ക്കാൻ ഒരു റിക്വയർമെൻറ്റ് വരികയാണ്, എന്നോടിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഞാനത് കേട്ടിട്ട് എനിക്കത് ഏത് ടെക്നോളജിയിൽ തരാം, ബ്രോയ്ക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളൊരു സൊല്യൂഷൻ ഈ ചെയ്യാൻ പോകുന്നതിൻ്റെ ആദ്യം ഒരു മോക്കപ്പ് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഇതാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും നിങ്ങൾ പറയുന്നത് നമ്മളോട്, അല്ലേ? ആ രീതിയിൽ ചെയ്യും. നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് എനിക്കൊരു ക്രിയേറ്റീവ് ഡയറക്ടറുണ്ട്, ഷിജിത് ഷാജഹാൻ എന്നാണ് പേര്. അപ്പം പുള്ളി വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി പുള്ളിയുടെ ഒരു ഇതിലും കൊടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മളിപ്പോൾ ഏകദേശം ഒരു 400+ വെബ്സൈറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ AMCസും പോകുന്നുണ്ട്.
ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഷോപ്പിഫൈയിലായാലും വേർഡ് പ്രസ്സിലും അങ്ങനെ എല്ലാം അഫോർഡബിൾ ആവുന്ന എല്ലാ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന വെബ് ആപ്ലിക്കേഷൻസ് ആയാലും UI UX മൊബൈൽ ആപ്ലിക്കേഷൻസ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, ബ്രാൻഡിങ്സ്, വീഡിയോ ആഡ് ഷൂട്ട്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കി സൈഡാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റം ആപ്ലിക്കേഷൻ വേണ്ടവർക്ക് അത് നമ്മൾ ചെയ്തു കൊടുക്കും. പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഇൻഡസ്ട്രി ലെവലിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് തന്നെ കൊടുക്കും. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, iOS, Android, അതിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസിലെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എയും കൂടി ഇപ്പോൾ ആഡ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന സർവീസുകളിൽ ഇപ്പോൾ ആണ്. അതെ, അതിൽ എയും കൂടി നമ്മളിപ്പോൾ ആഡ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആഡ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ആർക്കും. ഈ ചെയ്തു തുടങ്ങിയതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ എന്ന് പറയുമ്പം ബേസിക്കലി എനിക്ക് ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിനാണ്. അവിടെ നമ്മളിപ്പോൾ തന്നെ കുറേ AIs നമ്മൾ ഇപ്പോൾ ഈ മെഡിക്കൽ ട്രാൻസ്ക്രൈബിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഡോക്ടേഴ്സും പേഷ്യൻസൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഇവിടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഡേറ്റ സെക്യൂരിറ്റി. പേഷ്യൻ്റ് ഡേറ്റ അല്ലേ, അപ്പോൾ അതിന് അത്രമാത്രം വാല്യൂ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കും പ്രശ്നമാണ് എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ GDPR രീതിയിൽ എല്ലാം പ്രൊട്ടക്ഷനോടുകൂടി പ്രൊട്ടക്ഷൻ പോളിസീസ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് തന്നെ. ശരി. അപ്പോൾ നമ്മളിപ്പം AWSൻ്റെ തന്നെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നിക്കലി പറയുമ്പം ഒരു മെഡിക്കൽ ട്രാൻസ്ക്രൈബിംഗ് ടൂള് ഇപ്പം കണ്ടമാനമുണ്ട്. അതിൽ AWSനുണ്ട്, അഷ്വറിനുണ്ട്, ഗൂഗിളിനുണ്ട്. ഇവരെല്ലാം തേർഡ് പാർട്ടീസാണ്. ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഡേറ്റ API വഴി പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് അവരുടെ ക്ലൗഡ് സെർവറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ആണെങ്കിലും പലയിടത്ത് ഇറക്കുമ്പോഴും അവരെല്ലാം ചോദിക്കുന്നത് ഇതിനെന്താണ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിളുമായിട്ട് ഒരു എൻ്റർപ്രൈസ് ഒരു NDA സൈൻ ചെയ്യും. കാര്യം നമ്മുടെ യൂറോപ്പ് പ്രോഡക്റ്റ്സാണ്, കാരണം ഗൂഗിൾ സർവീസാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു ഐഡിയ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മെഡിക്കൽ എലമെൻറ്റ്സ് AIs ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ബിൽഡ് ചെയ്യുക, ചില്ലറ കളിയല്ല അത്. അത് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ചിലപ്പം ഇവരിലോടൊക്കെ ആയിരിക്കും. ഇപ്പോൾ AWSൻ്റെ തന്നെ മെഡിക്കൽ ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അത് ഭയങ്കര ചാർജാണ്. ഒരു എല്ലാ കമ്പനീസിനും ചിലപ്പോൾ അഫോർഡ് ചെയ്യണമെന്ന് വരുന്നില്ല. കാരണം ഒരു എന്താ പറയുക, വോളിയൂം ഓഫ് കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ടൂള് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അതിന് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഐഡിയ വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് അഫോർഡബിളായിട്ട് കൊടുക്കാൻ പറ്റുക, എൻ്റെ കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കാൻ പറ്റുക. ഇനി പുറത്തുള്ള ആൾക്കാർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഒരു പ്ലാനിൽ നമുക്ക് കൊടുക്കാം, ഒരു എൻ്റർപ്രൈസ് പ്ലസ്. അതാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ നമ്മളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എല്ലാം എൻ്റെ ഒരു ഡിസ്കഷനിൽ പോകുന്നുണ്ട്. അതിൽ ബാംഗ്ലൂരിൽ നിന്ന് 2-3 കമ്പനീസൊക്കെ ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ റെഡിയാണ്. എൻ്റെ ഐഡിയാസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടേതായ ദേവ് ഇന്നോവേഷൻസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിൽ നമ്മളൊരു AI എലമെൻ്റ് ഉണ്ടാക്കുക, ഒരു LLM ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുണ്ട്. അത് ഉടനെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എത്രയും പെട്ടെന്ന് ആവട്ടെ. അപ്പം അത് ആദ്യം നമ്മളൊരു മെഡിക്കൽ എലമെൻ്റ് ആയിരിക്കും, അത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആയിരിക്കും ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമ്മുടെ ഈ ആപ്പുകളുടെ സോഫ്റ്റ്വെയറുകൾ ആപ്പുകളൊക്കെ സെക്യൂർഡ് ആണോ ശരിക്കും പറഞ്ഞാൽ? സെക്യൂർഡ് ആക്കണം. സെക്യൂർഡ് ആക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പം വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും SSL സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൂടുതലും പെയ്ഡ് ആയിട്ടുള്ളതെല്ലാം കൊടുക്കും. പിന്നെ ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ ഹെൽത്ത് കെയർ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ കോർ ഹെൽത്ത് കെയർ ആണ് നമ്മുടെ പ്രോഡക്റ്റ്. മൈൽ സ്റ്റോൺ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇപ്പം EU റീജിയനിൽ, യൂറോപ്പ് റീജിയനിൽ വേണ്ടിയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി മെഷർ ഈ കംപ്ലയിൻസും നമ്മൾ മീറ്റ് ചെയ്താണ് പോകുന്നത്. പിന്നെ ഹാക്കിങ്ങിൻ്റെ യുഗമാണല്ലോ, അതുകൂടെ പറയണമല്ലോ. ഹാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് ഹാക്ക് ചെയ്യും. കാരണം നമ്മൾ മാക്സിമം അതിനുള്ള എല്ലാ സെക്യൂർഡ് ആക്കിയിട്ടായിരിക്കും, കോഡ് ലെവലായാലും എല്ലാം നമ്മൾ സെർവർ സൈഡ് ആയാലും എല്ലാം നമ്മൾ സെക്യൂർഡ് ആക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. പക്ഷേ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, തമാശ രീതി പറയാം, നമ്മൾ യൂറോപ്പിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം
US ബേസ്ഡ് ആയിക്കോട്ടെ, അവിടുത്തെ നമ്മുടെ ഒരു കസ്റ്റമർ പറയുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ റീജിയനിൽ മാത്രം കിട്ടണം, പുറത്തുള്ള ഒരു കൺട്രിയിലോട്ട് ഇത് പോകരുത്. ഓക്കെ, നമുക്കത് ജിയോ അല്ലെങ്കിൽ IPO പല ടെക്നോളജീസ് വെച്ചിട്ട് നമുക്കതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു VPN ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അതിന് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള വരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അത് ഹാക്കിങ് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ പ്രോജക്ട്സ് ഒന്നും ഹാക്ക് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ പല ആപ്പുകളും നമുക്ക് ഇവിടെ നിരോധിക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റാസ് നമ്മളറിയാതെ ചോർത്തിക്കൊണ്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? ഒബ്വിയസ്ലി ശരിയാണ്. കാരണം അത് നമ്മുടെ സെർവറിലേക്ക് അവർക്ക് പല രീതിയിൽ കോൾസ് വിടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സംഭവങ്ങൾ പോകുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇത് ഭയങ്കര സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് യൂറോപ്പിൽ ഇറക്കണം എന്നുള്ള ഒരു ഇത് വന്നത്. കാരണം ഇങ്ങനെ പോയാൽ പോകുന്നത് പേഷ്യൻറ്റിൻ്റെ ഡേറ്റയാണ്. അത് പിന്നെ ഭയങ്കര ബ്രീച്ച് ആയിരിക്കും. ആ ഡേറ്റ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഇടപെടലേ പോകും താഴെ. നമ്മുടെ ആ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. കാരണം നമ്മളെ വിശ്വസിച്ചാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ബ്രാൻഡിലായിരിക്കും ഇത് നമ്മളവിടെ ഇറക്കുന്നതെങ്കിലും നമ്മൾ സർവീസ് പാർട്ട്ണറായിട്ട് നിൽക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും എൻഡ് ഓഫ് ദ ഡേ ചോദ്യം വരുന്നത് എന്നോടാണ്, ഇതെങ്ങനെ പോയി. അത് മാക്സിമം നമ്മൾ അത് മാത്രം കെയർ ചെയ്ത് പോകുന്നു. ഫങ്ഷനാലിറ്റി വർക്ക് ഫ്ലോസും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹൈലി ചലഞ്ച്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഇപ്പം ഒരുപാട് IT കമ്പനികളും ഇതുപോലെ നമ്മുടെ സേവനം ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. അവർ എങ്ങനെയാണ് ദേവ് ഇന്നോവേഷൻസിലേക്ക് എത്തേണ്ടത്? എങ്ങനെയാണ് എത്തിപ്പെടാൻ? എന്താണ് സാഹചര്യങ്ങളിൽ? ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കും. നമ്മുടെ സൈറ്റും വെബ്സൈറ്റും എല്ലാം ഉണ്ടാവും. ആഫ്റ്റർ സർവീസ് എങ്ങനെയാണ് നമ്മുടെ നമുക്കൊരു കസ്റ്റമർക്ക് നമ്മളൊരു ഇത്? ഞാൻ എല്ലാ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ 50+ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇത്രയും നാൾ കൊണ്ടുള്ളതുണ്ട്, ഇവർക്കെല്ലാം ഞാൻ 1 year ഫ്രീ സപ്പോർട്ട് കൊടുക്കും. 1 year. അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ നോക്കല്ലേ. കാരണം ഈ 1 yearനകത്ത് ചിലപ്പോൾ അവർ ഒരു മൊഡ്യൂൾ വൈസ് തന്നെ മാറ്റിക്കളയും. കാരണം പക്ഷെ നമ്മളത് ചെയ്തു കൊടുക്കും. 2nd year ഓൺവേർഡ്സ് നമുക്ക് അവർ ഉറപ്പായും AMC സൈൻ ചെയ്യും തന്നിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ഫേവറേറ്റ് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? എല്ലാം ഫേവറേറ്റ്. പക്ഷേ കൂടുതലും ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്ത് പോകുന്നത് യൂറോപ്പ്, എൻ്റെ ഹെൽത്ത് കെയർ ആണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റിലോട്ടും കുറച്ച് അത്യാവശ്യം എൻഹാൻസ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ റീറ്റെയിൽ ആൻഡ് ഫാഷനാണ്. ഇനി ഈ രംഗത്തേക്ക് വരാനിരിക്കുന്ന ഒരുപാട് പുതിയ തലമുറയിൽ ഒരുപാട് പേരുണ്ട്. അവർ നോക്കുന്നത് നമ്മുടെ മുമ്പിലുള്ളവരെ കണ്ടു പഠിച്ചിട്ടായിരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പലർക്കും പല ടെൻഷൻ ഉണ്ടാവും. ഈ മേഖലയെ കുറിച്ച് അറിയാത്തവർ കൂടുതൽ അറിയണം എന്നുണ്ടാവും. അവരോടൊക്കെ ഒറ്റ വാക്കിൽ എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങുക, റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാതെ നമുക്ക് ഒരു ബ്രാൻഡും ഉണ്ടാക്കാൻ പറ്റില്ല. ആരും ഉണ്ടാക്കിയിട്ടില്ല. തീർച്ചയായിട്ടും. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് ഞാനും ആഗ്രഹിച്ചത്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ക്യാപിറ്റൽ ഇല്ല. എന്നാൽ എനിക്ക് ആദ്യം ഇപ്പം എല്ലാവരും ചിന്തിക്കും, ഓക്കെ കയ്യിലൊരു 10 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഓഫീസൊക്കെ ഇട്ട് 2 പേരെയൊക്കെ വെച്ച് നമുക്ക് തുടങ്ങാം. അതിനുള്ളൊരു സാഹചര്യം വരുമ്പോൾ തുടങ്ങാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് നമ്മുടെ കോൺടാക്ട്സ് ഉണ്ട്. ഓക്കെ നമുക്കിത് ചെയ്യാം, റിസ്ക് എടുക്കാം, ഇറങ്ങാം. അതുകൊണ്ടാണ് ഞാൻ വെർച്വൽ അഡ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങിയത്. എൻ്റെ ഒരു കസ്റ്റമറും എൻ്റെ ഓഫീസ് വന്ന് നോക്കിയിട്ട് പ്രോജക്റ്റ് തന്നിട്ടില്ല. അതെ, ഒരു റെഫറൻസിൽ നിന്നാണ് എനിക്ക് എല്ലാം ആദ്യം മുതലേ വരുന്നത്. പിന്നെ എന്തായാലും ശരിയാണ്, നമുക്കിപ്പോൾ ഒരു ടീം എൻഹാൻസ് ചെയ്ത് വരുമ്പം ടീം സൈസ് കൂടുമ്പോൾ ഓഫീസ് എന്തായാലും വേണ്ടി വരും. പക്ഷേ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെ ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിക്കും ഇറങ്ങാം. പക്ഷേ നമ്മൾ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ഒരു 1 year ഡേ ആൻഡ് നൈറ്റ് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ വിജയം എന്ന് മാത്രം പറയുന്നില്ല, എന്നോടൊപ്പം നിന്ന് ഇപ്പോഴും നിൽക്കുന്ന എൻ്റെ ഡെവലപ്പേഴ്സ് ആയാലും എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയാലും ബിസിനസ് ഹെഡ് ആയാലും ഓപ്പറേഷൻസ് മാനേജർ ആയാലും എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്കാണ് അതെ. ഞാൻ എല്ലാവരോടും അത്രയും എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും ഞാൻ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ആ രീതിയിൽ പോകും. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചിലപ്പം ഏതൊരു ബിസിനസ്സിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ വരും. ചില സമയങ്ങളിൽ നമുക്ക് ബിസിനസ് കുറഞ്ഞിരുന്നിട്ടുണ്ട്. ഈ പുതിയ ബിസിനസ് കയറാതെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ഈ കറൻ്റ്ലി ഉള്ള AMCയിൽ പോകും. ഞാൻ ഈ 1 year ആദ്യം ഫ്രീ കൊടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആ ഒരു ആദ്യത്തെ വർഷം ഒരു AMCസും വരുന്നില്ലായിരുന്നു. എന്നാലും നമ്മൾ മുന്നോട്ട് പോയി. കാരണം അവരെല്ലാം പിന്നീടെന്ന് പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഓരോ പ്രോജക്റ്റും ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഇൻവോയ്സിങ് നടക്കുന്ന സമയത്ത് അവർ നമുക്ക് അതിന് മേലുള്ള എമൗണ്ട് ഇടും. അപ്പോൾ പറയും ദിസ് ഇസ് യു ആർ ഡിസേർവിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ബോണസ് നമുക്ക് തരുന്നത്. അത് കുറേ ഫ്യൂ പ്രോജക്ട്സിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു ഉണർവ്. എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ വളരെ നല്ല സർവീസുകളൊക്കെ കൊടുത്ത് മുമ്പോട്ട് തന്നെ പോവുക. ഇന്നോവേഷൻസ് വേൾഡ് മൊത്തം ഈ സർവീസ് ഏറ്റുവാങ്ങട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എന്നാലും എടുത്ത് പറയേണ്ടത് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന സ്റ്റാഫിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. അവരെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച്.